നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുന്നിൽ വിശാലവാതിൽ. നീ തകർന്നിടുവാൻ നോക്കി നിന്നോരെല്ലാം കാണുന്നു നിൻ മുന്നിൽ വിശാലവാതിൽ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നായിൽ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സന്ദേശമാണ്. നിന്റെ തകർച്ച കാണാൻ നോക്കിയിരിക്കുന്നവർ ദൈവം നിന്നെ വിശാലതയിലേക്ക് നയിച്ചത് കണ്ട് ഞെട്ടിത്തിരിക്കാൻ പോവുക. അങ്ങനൊരു ദൈവപ്രവൃത്തിയാണ് കർത്താവ് ഇന്നത്തെ മെസ്സേജിലൂടെ നിങ്ങളുടെ മേൽ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നേ. വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 16 വാക്യം. ഇങ്ങനെ മതിൽ 52 ദിവസം പണിതു. ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികളാകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. നെഹമ്യാവ് ആദ്യം ചെയ്തത് അറ്റകുറ്റം തീർക്കുമായിരുന്നു, പഴുതുകൾ അടയ്ക്കുമായിരുന്നു. പഴുതടച്ചിട്ടാ മതിൽ പണിത്. ഹല്ലേലൂയ. പഴുതടച്ചിട്ടാ മതിൽ പണിത്. ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഴുതുകൾ നിങ്ങൾ അടയ്ക്കേണ്ടത് നിങ്ങൾ അടയ്ക്കണം. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുവേ, പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. ആമേ. ദുഃഖിച്ച് കരഞ്ഞ് ഉപവസിച്ച് ഈ ശബ്ദം ഏറ്റെടുത്ത് വന്നതാ നെഹമ്യാവ്. വരുമ്പോൾ ശത്രുക്കൾ അടങ്ങിയിരിക്കുമോ? ദുർബലന്മാർ എന്നാ ചെയ്യാൻ പോവാ? ഒരു ദിവസം കൊണ്ട് മതിൽ തീർക്കുവോ? ആ കുറുക്കം കയറിയ തീരത്തേ ഉള്ളൂ നിൻ്റെ പണിയൊക്കെ. പരിഹസിച്ച് പിന്നത്തേതിൽ കൂട്ടുകെട്ട്, കലക്കം, നോവദ്യ എന്ന് പറയുന്ന പ്രവാചിയെ ഉൾപ്പെടെ നെഗറ്റീവ് പ്രവചിപ്പിച്ച്, ശെമയ്യാവെന്ന് പറയുന്നതിൻ്റെ കൈ കൂലി കൊടുത്ത് കള്ളപ്രവചനനെ കൊണ്ട് പറയിപ്പിച്ച്, മനോസമഭൂമി നമുക്ക് യോഗം കൂടാന്നൊക്കെ പറഞ്ഞ് സന്ധി സംഭാഷണത്തിനൊക്കെ വിളിച്ച് അവിടെ എല്ലാം നെഹമ്യാവ് അതിജീവിച്ചത് ദൈവ നിയോഗത്താലാണ്. അതാത് സമയങ്ങളിൽ അവൻ കേൾക്കുന്ന ദൈവ ശബ്ദമാണ് പണിയുടെ ആക്കം കൂട്ടിയതും പ്രതികൂലങ്ങളെ വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാനിടയായി തീർന്നതും. നീ അഭിമുഖീകരിക്കുന്ന വിഷയം നിനക്ക് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇതുപോലെ ചെയ്താൽ മതി. ദുഃഖിച്ചു, കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ഗൈഡൻസ് ദൈവം കൊടുത്തു. വ്യക്തികളെ വിവേചിക്കാനുള്ള കരുത്ത് ദൈവം കൊടുത്തു. ആത്മാക്കളുടെ വിവേചനം ദൈവം കൊടുത്തു. ദൈവ നിയോഗത്തിനനുസരിച്ച് അവൻ കാര്യങ്ങളെ മുന്നോട്ട് നീക്കി. റിസൾട്ട് പറയട്ടെ, വർഷങ്ങളെടുത്ത് ചെയ്യേണ്ട കാര്യം 52 ദിവസം കൊണ്ട് തീർത്തെന്ന്. 52 ദിവസം. ഹല്ലേലൂയ. ചിലർക്ക് നീ വിചാരിക്കുന്നതിനെക്കാട്ടി എളുപ്പം പൂർത്തിയാകാൻ പോട്ടോ. തെറ്റായിട്ടുള്ള ചില മനോഭാവങ്ങളുണ്ടല്ലോ, അത് ഇത്രയും നാളെടുക്കും, ഇങ്ങനെ അത് പോകത്തുള്ളൂ. അതൊക്കെ വിട്ടുകളാണ്. വർഷങ്ങളായിട്ട് നിന്നെ കുടിയിരിപ്പിക്കുന്ന, നിന്നെ തകർത്ത് കളയുന്നൊരു ഭയങ്കര വിഷയമാണ്. പക്ഷേ സ്വർഗത്തിലെ ദൈവം ഇന്ന് പറയുന്നു, ഇല്ല, വേഗത്തിൽ ദൈവം ഇത് ചെയ്യാൻ പോവാ. ചില തലമുറയുള്ള ഭാവി വഴികൾ വേഗത്തിൽ തുറക്കപ്പെടുന്നത് ദൈവാത്മാവിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ നിൻ്റെ തലമുറയുടെ വിവാഹം നടക്കും. ഹല്ലേലൂയ. 52 ദിവസം കൊണ്ട് പണിത് കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. ചില നാളുകൾക്ക് മുമ്പ് ഇവരെന്തോ ചെയ്തത്? ഇവരെ ഭയപ്പെടുത്താൻ നോക്കി. കയറിപ്പോയരുത്, ഞങ്ങളുടേതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്താൻ നോക്കി. പക്ഷെ ഒരു ദൈവപ്രവൃത്തി വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചു? അവർ ഭയപ്പെട്ടു. വിശ്വസിക്കാമോ? അങ്ങനെ സംഭവിക്കും. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിന്നെ ഭയപ്പെടുത്തി ചിലർ ഭയപ്പെടാൻ പോവാ. ചുമ്മാ ഒന്നും അവർക്ക് ഭയപ്പെടാൻ പറ്റത്തില്ല. ദൈവപ്രവൃത്തി കണ്ടേ ഭയപ്പെടാൻ പറ്റത്തുള്ളൂ. സ്വർഗം അത് ചെയ്യുമെന്നേ നിങ്ങളുടെ ജീവിതത്തിനകത്ത്. 2, തങ്ങൾക്ക് തന്നെ അവർ അല്പന്മാരായി തോന്നി. നോക്കിയേ, തുടക്കത്തിൽ എന്തോ ഇവർ പറഞ്ഞേ? ദുർബലന്മാർ, എന്നാ ചെയ്യാൻ പോവാന്ന്. ഇപ്പോൾ അവരെന്തോ പറയുന്നേ? ഞങ്ങൾ അല്പന്മാരായോ, ഞങ്ങളാ ദുർബലന്മാരിപ്പോൾ. 3, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കയ്യാൽ ഇത് സാധ്യമായി എന്ന് ഗ്രഹിച്ചു. എന്നുവെച്ചാൽ എന്താ സംഭവിക്കും? തൊട്ടാൽ ദൈവം അവനെ തൊടും. അവനെ തൊട്ടു നോക്ക്, ദൈവം തൊടുന്നത് കാണാം കേട്ടോ. എന്നുവെച്ചാൽ നിന്നെ ശല്യം ചെയ്ത് നിൽക്കാൻ പോവാ.
നീ എന്തോ ചെയ്തേ നെഹമ്യാവേ? നീ ദൈവത്തെ ആശ്രയിച്ചു. ചില വിശ്വാസത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വിളിച്ചു പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ഞങ്ങൾ പണിയും, നിങ്ങൾക്ക് അവകാശമൊന്നുമില്ല. പിന്നെ യോഗം കൂടാന്നുള്ള സന്ധി സംഭാഷണത്തിന് വന്നപ്പോൾ എന്താ പറഞ്ഞേ? ഞാനൊരു വലിയ വേല ചെയ്തു വരുവാ. ആമേ, അതും മെനക്കെടുത്തിട്ട് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് 52 ദിവസം കൊണ്ട് ദൈവത്തിന് ചെയ്തേ പറ്റത്തുള്ളൂ. ദുർബലന്മാരെന്ന് പറഞ്ഞപ്പോൾ എന്തോ നീ ചെയ്ത നെഹമ്യാവേ? അത് ദൈവത്തിൻ്റെ കരങ്ങളിലോട്ട് കൊടുത്തു. ദൈവമേ, ഞങ്ങളെ ദുർബലന്മാരെന്ന് പറഞ്ഞേക്കുന്നത് ഞങ്ങളെ അല്ല, നിന്നെയാ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. ഇത്ര കഴിഞ്ഞപ്പോഴാ കൂടെ നിൽക്കുന്ന ശെമയ്യാവ്, ആമേൻ, അവൻ പൈസ കൊടുത്തിട്ട് അവനെ നെഹമ്യാവിനെതിരായിട്ട് തിരിക്കാൻ. അവനെന്തെങ്കിലും പറഞ്ഞു, നെഹമ്യാവ് അതേപോലെ ചെയ്യല്ലോ, ദൈവാലയം ഒന്നും കേൾക്കാതെ ആലയത്തിനകത്ത് പോയി മന്ദിരത്തിനകത്ത് ഒളിച്ചിരിക്കാന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ, അയ്യോ എന്നാൽ ശരി വാ പോവാന്നൊന്നും പറഞ്ഞില്ലേ. എന്നെപ്പോലെ ഒരുത്തിന് ഓടി പോവോ? പോകത്തില്ല എന്നാ നെഹമ്യാവ് പറഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നോവദ്യ എന്ന് പറയുന്നൊരു വലിയ പ്രവാചകി, ഇത്ര നമ്മളിപ്പോൾ കുറിവാക്യം വായിച്ചതിന് മേളിലുണ്ട്, ഭയപ്പെടുത്താൻ നോക്കിയ പ്രവാചകി. സ്വർഗമൊന്നും അതൊന്നും നെഹമ്യാവിന് വിലപ്പോയില്ല. അവനൊരു ടാർജറ്റ് ഏറ്റെടുത്തേക്കുക. ഒരു ടാർജറ്റ് യെസ്. ആ ടാർജറ്റ് നിങ്ങളുടെ ജീവിതത്തിനകത്ത്, നിങ്ങളൊരു ദൈവിക ലക്ഷ്യത്തിന് മുമ്പിലാണോ? അത് ദൈവം ചെയ്തു തരാൻ പോകട്ടോ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, വളരെ ആഴമായിട്ട് വ്യക്തമായിട്ടും ഒക്കെ കേൾപ്പിച്ച് ഞങ്ങളുടെ ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കണമേ. സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങളെ സംഭവിപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.